Lakshmi Sri. Lakshmi Sri from? From? No, place? ഒപ്പോ ഏത് ഒപ്പം? ഇവിടുത്തെ ഒപ്പാണോ? ആ ഞങ്ങളുടെ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്ന്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7th. ഉറക്കെ പയ്യ നമുക്കൊരു ഈ കോൺഫിഡൻസ് ഇവർക്ക് എല്ലാവർക്കും പേര് പറഞ്ഞു കൊടുത്തേ, ഉറക്കെ പറഞ്ഞു കൊടുത്തേ. മൈ നെയിം ഈസ് ലക്ഷ്മി ശ്രീ. ആ ഒന്നും കൂടി ഉറക്കെ. I'm from Koppam. I'm going to 7th standard. Okay. So now presently you are studying 7th standard. Okay. ബുക്സ് വായിക്കാറുണ്ടോ? വല്ലപ്പോഴും. ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുന്ന എത്ര പേരുണ്ട്? 1 2 3. വായിക്കുന്നവര് ആ ലിസ്റ്റ് എടുക്കാനല്ലേ. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇതുവരെ വായിച്ചാലും മലയാളം ഓർ ഇംഗ്ലീഷ് ഏതെങ്കിലും പുസ്തകം? മാങ്ക. ഏതാ മറ്റേ? അയ്യോ എന്റെ മാങ്ക വായിക്കാൻ ആൾക്കാർ. ഞാൻ റൂട്ടോടെ കാര്യങ്ങളോ അയ്യോ ഞാൻ വായിക്കാറില്ല. വേറെ നോവൽസ് വായിക്കാറുണ്ടോ? നോവൽസ് സുധാമൂർ. ഓക്കെ. നോവൽസ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞെടുത്തേ വായിച്ചത്. വിംപി കിഡ്. ഓക്കെ, വിംപി കിഡ് വായിച്ചോ ആരെങ്കിലും? ഡയറി ഓഫ് എ വിംപി കിഡ്. ഫുൾ സെറ്റ് തീർത്താ? ഓക്കെ. ഈ ഒരു പുസ്തകത്തിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൈറേറ്റഡ് കോപ്പിയാണ് കേട്ടോ, പ്ലീസ് ബെയർ വിത്ത് മീ. ഈ പുസ്തകത്തിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദ ഡാവിഞ്ചി കോഡ്. ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. അതിന് സിനിമ കണ്ടുണ്ടോ? ദ ഡാവിഞ്ചി കോഡ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ പുസ്തകം കൈ പിടിച്ചോ. ഇതിൽ എത്ര ഇതിൽ ഞാൻ അതിൻ്റെ ഉള്ളൊന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്തോ. ഞാൻ അതിൻ്റെ ഉള്ളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ബുക്ക് എന്നുള്ള കാര്യം ഒന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് എത്ര പേജ് നിന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. 328 പേജസ് ഉള്ള ഒരു പുസ്തകമാണത്. ഇതിന്നൊരു വേർഡ്, അതിൽ എത്ര വേർഡ്സ്? 10,000 വേർഡ്സ് ഉണ്ടാവില്ലേ മിനിമം? അതിനേക്കാൾ. അപ്പൊ ഞങ്ങളുടെ പുസ്തകം, ഞാൻ പറഞ്ഞ പുസ്തകമല്ലേ, അത് 300 പേജാ. അതിൽ 91,000 എത്ര വേർഡ്സ് ഉണ്ടായിരുന്നു. അത്രയും വേർഡ്സ് ഞങ്ങൾ എഡിറ്റ് ചെയ്തതിൽ. സോ വെരി ലാർജ് ബുക്ക് അല്ലേ, അത്രയും വലിയൊരു പുസ്തകമാണ്. ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഡ്രിഫിൾ ചെയ്യാം. പേര് ലക്ഷ്മി ശ്രീ. ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് പറയണം. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? ഇഷ്ടമുള്ളപ്പോൾ സ്റ്റോപ്പ് പറയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു വെച്ചാൽ പേജ് നമ്പർ 165 ഫസ്റ്റ് വേർഡ് ഓൺലി എന്നുള്ളതാണ്. അതേപോലെ എവിടെ സ്റ്റോപ്പ് പറയുന്നോ അവിടുത്തെ ആ പേജ് നമ്പറും ആ ഫുൾ വേർഡും എന്ത് വേണം? റിമെമ്പർ ചെയ്യണം. അപ്പോൾ കണ്ടോ, 165 ഓൺലി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്? അങ്ങനെ ചെയ്യണം. ഇൻ കേസ് അതൊരു ചാപ്റ്ററിലാണ് നിൽക്കുന്നത് വിചാരിക്കുക, ഇതേപോലെ ചാപ്റ്ററാണെന്ന് വിചാരിക്കുക, അത് നമുക്ക് വേണ്ട. നമുക്ക് ഈ ഇടയിൽ നിന്നുള്ള റാൻഡം ആയിട്ടുള്ള പേജ് മതി. ഓക്കെ അല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഉറക്കെ സ്റ്റോപ്പ് പറയണം കേട്ടോ. ഓക്കെ, 1 2 3. കണ്ടോ വേർഡ്? കണ്ടോ? ഉറപ്പല്ലേ? ചാപ്റ്റർ അല്ലല്ലോ. ഓക്കെ, സോ യു ഹാവ് എ വേർഡ് റൈറ്റ്. സോറി, ഞാൻ പറഞ്ഞു ജലദോഷത്തിന്റെ ഇഷ്യൂ ഉണ്ട് പറഞ്ഞത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, എനിക്കൊന്ന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തിങ്ക് ഓഫ് ദ വേർഡ്. ഞാൻ ആദ്യം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ല എന്ന് വരും. ഓക്കെ, മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ചില സമയത്ത് ചെയ്യുമ്പോൾ വർക്കൗട്ട് ആയില്ല എന്ന് വരും. അതും കൂടി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ്. കാരണം സംടൈംസ് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ വർക്കൗട്ട് ആയി എന്ന് വരില്ല. ഓക്കെ, സോ ഐ പ്ലേ ക്രിക്കറ്റ്, പക്ഷെ ഞാനൊരു ക്രിക്കറ്റർ അല്ല. ഐ പ്ലേ ബാഡ്മിൻ്റൺ, പക്ഷെ ഞാൻ ബാഡ്മിൻ്റൺ പ്ലെയർ അല്ല. ഇത് രണ്ടുള്ള കാര്യമാണ് കേട്ടോ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. കാരണം എന്താ? ജസ്റ്റ് കീപ് ട്രൈയിങ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം, മേ ബി ചിലപ്പോൾ എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്, ബട്ട് മേ ബി വർക്കൗട്ട് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഐ വാണ്ട് ടു തിങ്ക് ഓഫ് ദ വേർഡ്. ബുക്ക് അവിടെ വെച്ചോ. തിങ്ക് ഓഫ് ദ വേർഡ്. യു സെഡ് ഇറ്റ്സ് എ കോമൺ വേർഡ്. അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലൊന്ന് ചിന്തിക്കോ, ജസ്റ്റ് മനസ്സിലൊന്ന് വിചാരിക്കോ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ഇസ് ഇറ്റ് 4? യെസ്, താങ്ക് യു. തിങ്ക് ഓഫ് ദ വേർഡ്. ഇമാജിൻ അതൊരു വലിയൊരു LED വാൾ. നമ്മൾ പരിപാടിക്ക് പോയ LED വാളുകൾ ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു വലിയ LED വാൾ അവിടെ ഫുൾ ബാക്കിൽ നിന്ന് ഒന്ന് ഇമാജിൻ ചെയ്തേ. ഓക്കെ, ഇമാജിനേഷൻ്റെ പവറാണ് കേട്ടോ. ജസ്റ്റ് ഇമാജിൻ
യു ഹാവ് ദ LED wall. അതിൽ ഫുൾ വേർഡ് കാണാമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലെന്ന് വിചാരിച്ചേ. യു ആർ സീയിങ് ദ ഫുൾ വേർഡ്. ജസ്റ്റ് റിപ്പീറ്റ്. ദ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. യു ആർ സീയിങ് ദ ഫസ്റ്റ് വേർഡ് ആൻഡ് യു ആർ സീയിങ് ദ ഫസ്റ്റ് ലെറ്റർ. ജസ്റ്റ് റിപ്പീറ്റ്. എടാ ഞാൻ എഴുതണ ആരും വായിക്കരുതേ. ആരും വായിക്കരുത്. ഓക്കെ. Think of the first letter. Again, A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. First letter ഒന്ന് പറഞ്ഞു കൊടുത്തത്. So same M. Thank you. ഉറക്ക പറയണ്ട ഞാൻ പറയുമ്പോൾ. Okay. Now think of the word. Think of the word. Just repeat. ആ വേർഡ് എന്നോട് ഉറക്കെ പറയാമെന്നൊന്ന് മനസ്സിൽ വിചാരിച്ചേ. മനസ്സിൽ സ്ക്രീമിങ് ദാറ്റ് വേർഡ്. ഓക്കെ, ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ. മനസ്സിലുള്ള പവർ മൊത്തം വെച്ചിട്ട് മനസ്സിലാണ് പറയുന്നത്, ലിപ്സ് അനങ്ങരുത്. ഓക്കെ. തിങ്ക് ഓഫ് ദ വേർഡ്. റിപ്പീറ്റ്. ഇമാജിൻ യു ആർ ഗിവിംഗ് ദാറ്റ് ടു മീ. എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ആ വേർഡ്. ജസ്റ്റ് ഇമാജിൻ. റിപ്പീറ്റ്. Okay. Which is the word? More. What word? More. Is that same? Thank you. You can go.